നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഇന്റർനാഷണൽ കോൺഫറൻസ് വിജയിപ്പിക്കുന്നതിനായി നിർദ്ദേശിച്ച വിവിധ കമ്മിറ്റികൾക്ക് പൂർണ്ണരൂപം ഉണ്ടാകുന്നതിനും പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനുമുള്ള ഓൺലൈൻ യോഗം ഇന്ന് ചെയർമാൻ KM നൂറുദ്ദീന്റെ അധ്യക്ഷതയിൽ രാത്രി 7:30 നടക്കുന്ന യോഗത്തിൽ കൊച്ചി BTHൽ നടന്ന യോഗത്തിൽ നിർദ്ദേശിക്കപ്പെട്ട വിവിധ കമ്മിറ്റികൾക്ക് വിവിധ സെന്ററുകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം പൂർണ്ണരൂപം നൽകും. ഓരോ കമ്മിറ്റിയുടെയും പ്രവർത്തന രൂപരേഖകൾ ചർച്ച ചെയ്യുകയും അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും. യോഗത്തിൽ എല്ലാ ആൽഫ സെന്ററുകളുടെയും പ്രധാന ഭാരവാഹികളും സെൻട്രൽ കൗൺസിൽ മെമ്പറും പങ്കെടുക്കണമെന്ന് ചെയർമാൻ അഭ്യർത്ഥിച്ചു. ആൽഫ നെടുമങ്ങാട് സെന്റർ അവലോകന യോഗം ജൂൺ 6 ശനിയാഴ്ച സെന്ററിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗം പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും നിലവിലെ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമെന്ന് സെക്രട്ടറി ജയചന്ദ്രൻ അറിയിച്ചു. ആൽഫ ഹോസ്പീസ് നിർമ്മാണത്തിനായുള്ള ബ്രിക് സ്പോൺസർഷിപ്പ് ക്യാമ്പയിനോട് സഹകരിച്ച് ആൽഫ തളിക്കുളം സെന്ററിന്റെ ബിൽഡിംഗ് ഉടമസ്ഥ തൃപ്രയാർ കൈതവളപ്പിൽ ശ്രീമതി ശോഭന പീതാംബരനും മകൻ സജിൽ പീതാംബരനും ചേർന്ന് 50 ബ്രിക്കുകളുടെ തുകയായ 50,000 രൂപ നൽകി. ആൽഫ തറവാട്ടിലെത്തി ഇരുവരും തുക അക്കൗണ്ട്സ് മാനേജർ ജലജകുമാരിക്ക് കൈമാറി. ആൽഫ തളിക്കുളം സെന്റർ ട്രഷറർ ശ്രീമതി തങ്കമ്മ ഡേവിസും ഒപ്പമുണ്ടായിരുന്നു. കൊച്ചി തൃപ്പൂണിത്തുറ സ്വദേശി ഡോക്ടർ A ഗോപാലകൃഷ്ണൻ തന്റെ മാതാപിതാക്കളായ PR ഭാസ്കരമേനോൻ, ശ്രീമതി A രാധ എന്നിവരുടെ സ്മരണയ്ക്കായി 10 ബ്രിക്സ്, വാടാനപ്പള്ളി സ്വദേശി പുതിയ വീട്ടിൽ അലി 10 ബ്രിക്സ്, മുംബൈ സ്വദേശി അരവിന്ദൻ T മേനോൻ 1 ബ്രിക് എന്നിവരും ക്യാമ്പയിനിൽ സഹകരിച്ചു. എല്ലാവർക്കും ആൽഫ കുടുംബത്തിന്റെ നന്ദി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആൽഫ കൊല്ലം, പുനലൂർ സെന്ററുകളിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യും. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ഒരു മരം നടാം എന്ന സന്ദേശം മുൻനിർത്തി ആൽഫയുടെ പരിചരണത്തിലുള്ളവർക്കാണ് വൃക്ഷത്തൈകൾ നൽകുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഹരിതവും ആരോഗ്യകരവുമായ ഒരു പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിൽ പങ്കാളികളാക്കുന്നതിനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ അമൽ ഗി വർഗീസ്, ആൽഫ പുനലൂർ സെന്റർ ഡ്രൈവർ നിതിൻ എന്നിവർ ചേർന്നാണ് കൊട്ടാരക്കര വനം വകുപ്പ് ഓഫീസിൽ നിന്നും തൈകൾ ശേഖരിച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.